തെരഞ്ഞെടുപ്പ് കാലത്ത് വോട്ട് വാങ്ങിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കൈക്കൂലിയാക്കിയിട്ടാണ് ശ്രീ പിണറായി വിജയന്റെ സർക്കാർ ഇപ്പോൾ പെൻഷൻ ഇലക്ഷൻ കാലത്ത് 2 കൊടുക്കും. പെൻഷൻ കൈക്കൂലിയാണെന്ന് ആക്ഷേപിച്ചതിന്റെ ക്ഷീണം മാറുന്നതിന് മുന്നേ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ അടുത്ത അധിക്ഷേപ പരാമർശവുമായി എത്തിയിട്ടുണ്ട്. ഇത്തവണ കോൺഗ്രസ് നേതാവ് ഉന്നമിട്ടത് സർക്കാരിന്റെ ലൈഫ് മിഷൻ പദ്ധതിയെയും അതിന്റെ എണ്ണിയാലൊടുങ്ങാത്ത ഗുണഭോക്താക്കളെയുമാണ്. കേരളത്തിലെ ഭവനരഹിതർക്ക് സുരക്ഷിതവും മാന്യവുമായ പാർപ്പിടം നൽകുന്നതിനായി കേരള സർക്കാർ നടപ്പിലാക്കുന്ന ഒരു സമ്പൂർണ്ണ പാർപ്പിട സുരക്ഷാ പദ്ധതിയാണ് ലൈഫ് മിഷൻ എന്ന് KC വേണുഗോപാലിന് അറിയാഞ്ഞിട്ടല്ല. നിലമ്പൂർ മുൻനിർത്തി UDF നടത്തുന്ന ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിഞ്ഞ നുണ അപവാദ കൂമ്പാരങ്ങളുടെ കൂട്ടത്തിലേക്ക് അടുത്ത നീചമായ ഒന്നുകൂടി ചേർത്തിരിക്കുകയാണ് വേണുഗോപാൽ. ആദ്യം ലൈഫ് മിഷൻ പദ്ധതിയെ കുറിച്ച് KC വേണുഗോപാൽ പറഞ്ഞത് എന്താണെന്ന് കേൾക്കാം. പാവപ്പെട്ടവന് വീട് കൊടുക്കാന്ന് പറഞ്ഞു കൊണ്ടുവന്ന ലൈഫ്, അവന്റെ ലൈഫിനത്തിന് തകർക്കത്തക്കവണ്ണമല്ലേ മുന്നോട്ട് പോകൊണ്ടിരുന്ന് പകുതിയാക്കി വെച്ച വീടുകളുടെ ചിത്രം എത്രയുണ്ട് കേരളത്തിൽ. ഇപ്പോഴും പാവപ്പെട്ടവനെ മോഹവലയത്തിൽ നിർത്തിയിരിക്കുകയല്ലേ വീട് തരാന്ന് പറഞ്ഞിട്ട്. ഇനി എപ്പോൾ കൊടുക്കാനാ? ലൈഫ് മിഷൻ പദ്ധതി തട്ടിപ്പാണെന്നും കൊട്ടിഘോഷിച്ചു കൊണ്ടുവന്ന പദ്ധതി ജനങ്ങളെ മോഹവലയത്തിൽ നിർത്തുകയാണെന്നുമാണ് KC പറയുന്നത്. എന്നാൽ ലൈഫ് മിഷന്റെ യാഥാർത്ഥ്യം നമുക്ക് മുന്നിലുണ്ട്. ഭവനരഹിതരില്ലാത്ത കേരളം എന്ന LDF സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയാണിത്. ഇതുവരെ 5,47,553 കുടുംബത്തിനാണ് ലൈഫിൽ വീട് അനുവദിച്ചത്. സംസ്ഥാനത്ത് ഇതുവരെ 4,51,000 വീടുകൾ പദ്ധതി വഴി പൂർത്തിയായി. പട്ടികവർഗക്കാർക്ക് 6 ലക്ഷം രൂപയും മറ്റുള്ളവർക്ക് 4 ലക്ഷം രൂപയുമാണ് ഇതിനായി നൽകുന്നത്. അടുത്ത വർഷം ലൈഫ് മിഷനിൽ സംസ്ഥാനത്തൊട്ടാകെ 6.5 ലക്ഷം വീടുകൾ പൂർത്തിയാക്കാനാണ് സർക്കാരിന്റെ ലക്ഷ്യം. നമ്മുടെ നാട്ടിലെ നമ്മുടെ കൂടെ കഴിയുന്ന സഹോദരങ്ങൾ ഒരു വീട് സ്വപ്നം കണ്ട് ആ സ്വപ്നത്തോടെ മണ്ണടിഞ്ഞു പോയവർ ധാരാളമാണ്. അതാണ് ലൈഫ് മിഷനിലൂടെ പരിഹരിക്കാൻ നാം നോക്കിയത്. 5 ലക്ഷം വീടായിരുന്നു അന്ന് കണക്കാക്കിയത്. ഇപ്പോൾ എത്രയായി? 4.5 ലക്ഷത്തിലധികം വീടുകൾ പണി പൂർത്തിയായി അവിടെ ആളുകൾ താമസിക്കുകയാണ്. ബാക്കിയുള്ളവ അടുത്ത മാസങ്ങൾ കൊണ്ട് പൂർത്തിയാകും. നമ്മുടെ കേരളത്തിലെ കർഷകരും മറ്റുള്ളവരും ഭൂമിയുടെ അവകാശം കയ്യിൽ കിട്ടാൻ വേണ്ടി ആയിരങ്ങൾ 10,000 കാത്തു നിൽക്കുന്നുണ്ട്. LDF അത് ഗൗരവമായിട്ടാണ് കണ്ടത്. ഈ 9 വർഷം കൊണ്ട് 4 ലക്ഷത്തിലധികം പട്ടയങ്ങളാണ് കർഷകർക്ക് നൽകിയത്. അവിടെ നിർത്തുന്നില്ല. അടുത്തൊരു വർഷം കൊണ്ട് 1 ലക്ഷം പട്ടയം കൂടി നൽകാനുള്ള തയ്യാറെടുപ്പിലാണ് കേരളം നിൽക്കുന്നത്. നോക്കൂ, ഇതാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി. UDF നേതാക്കൾ ലൈഫ് മിഷനെതിരെ നേരത്തെയും രംഗത്ത് വന്നിരുന്നു. UDF അധികാരത്തിലെത്തിയാൽ പദ്ധതി നിർത്തലാക്കുമെന്നായിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേതാക്കൾ പറഞ്ഞത്. ലൈഫ് മിഷൻ ഉൾപ്പെടെയുള്ള പദ്ധതികൾ ഉപേക്ഷിക്കുമെന്ന് അന്നത്തെ UDF കൺവീനറായിരുന്ന MM ഹസൻ പറഞ്ഞത് ആരും മറന്നിട്ടുണ്ടാവില്ല. ക്ഷേമ പെൻഷനെയും വളരെ നീചമായാണ് KC വേണുഗോപാൽ അധിക്ഷേപിച്ചത്. വോട്ട് വാങ്ങിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കൈക്കൂലിയാക്കിയിട്ടാണ് ശ്രീ പിണറായി വിജയന്റെ സർക്കാർ ഇപ്പോൾ പെൻഷൻ ഇലക്ഷൻ കാലത്ത് 2 കൊടുക്കും. ഇനിയിപ്പം എവിടെയെങ്കിലും പറയും 2 കൊടുക്കും. സാധാരണക്കാരുടെ ജീവിതത്തിൽ പുഞ്ചിരി വിരിയിക്കുന്ന, അവർക്ക് കൈത്താങ്ങാകുന്ന ക്ഷേമ പെൻഷനെ കൈക്കൂലി എന്ന് വിശേഷിപ്പിച്ചപ്പോൾ അത് സാധാരണ ജനങ്ങളെ അധിക്ഷേപിക്കുന്നതിന് തുല്യമാണെന്ന് KC വേണുഗോപാലിന് അറിയാഞ്ഞിട്ടാണോ? ഇന്നേ വരെ അത് തിരുത്തി പറയാനോ മാപ്പ് പറയാനോ KC തയ്യാറായിട്ടില്ല എന്നതും ജനത്തിന് മുന്നിലുണ്ട്. മറിച്ച് ക്ഷേമ പെൻഷൻ വിതരണത്തിന്റെ കുത്തകാവകാശം സ്വന്തമാക്കാൻ വ്യാജ പ്രചാരണങ്ങളുടെ കെട്ടഴിക്കുകയാണ് കോൺഗ്രസ് ചെയ്തത്. എന്നാൽ കോൺഗ്രസ് ഭരണകാലത്ത് ക്ഷേമ പെൻഷൻ കുടിശ്ശിക വന്നതിന്റെ കണക്കുകൾ പുറത്തെത്തിയതോടെ വീണ്ടും അവർ വെട്ടിലായി. കള്ളക്കണക്കുമായി ക്ഷേമ പെൻഷന്റെ പിതൃത്വം ഏറ്റെടുക്കാൻ ശ്രമിക്കുന്ന കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പിന് കേരള ജനത തന്നെയാണ് മറുപടി നൽകുന്നത്. ക്ഷേമ പെൻഷൻ ബാധ്യതയാണെന്ന് ഒരിക്കൽ പറഞ്ഞത് ഉമ്മൻചാണ്ടിയാണ്. പെൻഷനെ ശക്തമായി എതിർക്കുന്നുവെന്ന് K കരുണാകരനും ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെയെല്ലാം ഒരു തുടർച്ച മാത്രമാണ് KC വേണുഗോപാലിന്റെ പ്രസ്താവനയും. ഇനി ഭാവിയിൽ എപ്പോഴെങ്കിലും UDF അധികാരത്തിലെത്തിയാൽ പെൻഷനും ലൈഫ് മിഷനും പോലുള്ള ജനോപകാര പദ്ധതികളെ അവർ നിഷ്കരണം റദ്ദു ചെയ്യുമെന്നതിൽ ഒരു സംശയവും വേണ്ട.